നമസ്തേ. കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 1 അതായത് 2025 ഏപ്രിൽ മാസം 14 തിങ്കളാഴ്ച ദിവസവും ചോതി നക്ഷത്രവും ദ്വിതീയ തിഥിയും കഴുതക്കരണവും കൃഷ്ണപക്ഷവും വജ്രനിധ്യയോഗവും ഒത്തുചേർന്ന ദിവസമാണ് ഈ വർഷത്തെ വിഷു ആരംഭിക്കുന്നത്. കേരളീയർക്ക് വിഷു എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് വിഷു കൈനീട്ടവും വിഷുക്കണിയുമൊക്കെയാണ്. എന്നാൽ ഇതിൽ പ്രാധാന്യമുള്ളത് വിഷുക്കണിക്കാണ്. വിഷുക്കണി കാണുന്നതിലൂടെ കണി കാണുന്ന വ്യക്തിക്ക് വളരെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും വന്നു ചേരുന്നതാണ്. ജ്യോതിശാസ്ത്രത്തിൽ 12 രാശികളാണുള്ളത്. മേടം മുതൽ മീനം വരെ മാസത്തിൻ്റെ കാരകനായ ഗ്രഹമാണ് സൂര്യൻ. സൂര്യൻ മേടൻ രാശിയിൽ നിൽക്കുമ്പോൾ മേടമാസം ഉണ്ടാകുകയും ഇടവം രാശിയിൽ നിൽക്കുമ്പോൾ ഇടവമാസം ഉണ്ടാകുകയും മിഥുനം രാശിയിൽ നിൽക്കുമ്പോൾ മിഥുനമാസം ആരംഭിക്കുകയും അങ്ങനെ 12 രാശിയും പൂർത്തിയാകുമ്പോൾ ഒരു സൗരവർഷം ഉണ്ടാകുന്നു. ഇതിൽ ആദ്യത്തെ രാശിയായ മേടം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ വിഷുവിന് തുടക്കം കുറിക്കും. കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് വിഷു. വിഷുക്കണി ഒരുക്കുന്നതിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. എന്നാൽ ശരിയായ രീതിയിൽ എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ കണി ഒരുക്കുവാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിലവിളക്ക്, ഓട്ടുരുളി, നെല്ല്, നാഴി, നാളികേരം, കണിവെള്ളരിക്ക, ചക്ക, കുലമാങ്ങ, വാൽക്കണ്ണാടി, കദളിപ്പഴം, എള്ളെണ്ണ, കൃഷ്ണവിഗ്രഹം, തിരി, കോടിമുണ്ട്, ഗ്രന്ഥം, നാണയം, സ്വർണം, കുങ്കുമം, കണിക്കൊന്ന, തിരി, കൺമഷി, വെറ്റില, അടയ്ക്ക, കിണ്ടി. കണി ഒരുക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, അതായത് പൂജാമുറിയോ അല്ലെങ്കിൽ വിളക്കു കൊളുത്തുന്നതിൻ്റെ അടുത്തോ ഉള്ള സ്ഥലം നല്ല വൃത്തിയായി തൂത്തുതുടച്ച് കണി വയ്ക്കുന്നത് വളരെ ഉത്തമമാണ്. നിലത്താണ് കണി വയ്ക്കുന്നതെങ്കിൽ പട്ടു വിരിക്കുകയും മേശപ്പുറത്തായാലും പട്ടു വിരിക്കുക. പട്ടു വിരിച്ച ശേഷം അതിനു നടുക്കായി കൃഷ്ണവിഗ്രഹം വയ്ക്കുകയും പട്ടു വിരിച്ച ശേഷം കൃഷ്ണവിഗ്രഹത്തെ ഒരുക്കുക. അതായത് നേരിയത് ഉടുപ്പിച്ച് ഹാരം ചാർത്തി മയിൽപ്പീലി ചാർത്തി പട്ടുവിരിച്ചതിൻ്റെ നടുക്കായി കൃഷ്ണവിഗ്രഹത്തെ വയ്ക്കുക. അതുകഴിഞ്ഞാൽ പിന്നെ അനുയോജ്യമായ സ്ഥലത്ത് വിളക്ക് വയ്ക്കുക. ശേഷം ഓട്ടുരുളി എടുത്ത് ഉണക്കലരിയും നെല്ലും ചേർത്ത് ഓട്ടുരുളി നിറയ്ക്കുക. അതിനു മുകളിലായി കൈതച്ചക്കയും ചക്കയും മാമ്പഴവും വയ്ക്കുക. മാമ്പഴം സുബ്രഹ്മണ്യ സ്വാമിക്കും പ്രിയപ്പെട്ടതാണ്. ശേഷം ഓട്ടുരുളി എടുത്ത് ഉണക്കലരിയും നെല്ലും ചേർത്ത് ഓട്ടുരുളി നിറയ്ക്കുക. ഇതിനു മുകളിലായി കൈതച്ചക്കയും മാമ്പഴവും വയ്ക്കുക. മാമ്പഴം സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രിയപ്പെട്ടതാണ്. ഉണ്ണിക്കണ്ണന് വേണ്ടിയാണ് കദളിപ്പഴം വയ്ക്കുന്നത്. അല്ലെങ്കിൽ പഴം പടലയോടുകൂടി വയ്ക്കുക. ശേഷം ചക്ക വയ്ക്കുക. അതിനുശേഷം ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ വയ്ക്കാം. എന്തൊക്കെ പഴവർഗ്ഗങ്ങളുണ്ടോ അവയെല്ലാം കണിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിനു മുകളിലായി വാൽക്കണ്ണാടി വയ്ക്കുക. ആ ഉരുളിയുടെ മുകളിൽ നാളികേരം ഉടച്ചു വയ്ക്കുക. ശേഷം ഒരു തട്ടത്തിൽ അലക്കിയ വസ്ത്രം വെച്ചതിനു ശേഷം അതിനു മുകളിലായി വെറ്റിലയും അടയ്ക്കയും നാണയവും ആഭരണവും വയ്ക്കുക. ഉരുളിയുടെ സമീപമായി ഗ്രന്ഥം വയ്ക്കുക. സരസ്വതീ ദേവിയുടെ പ്രതീകമായാണ് ഗ്രന്ഥം വയ്ക്കുന്നത്. നാണയം, സ്വർണം എന്നിവ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായാണ് വയ്ക്കുന്നത്. കൺമഷി, പൊട്ട് എന്നിവ മറ്റൊരു തട്ടത്തിലോ വാഴയിലയിലോ വയ്ക്കുക. അതുപോലെ തന്നെ കുങ്കുമം, ചന്ദനം എന്നിവ മറ്റൊരു വാഴയിലയിൽ വയ്ക്കാം. കിണ്ടിയിൽ ജലം നിറച്ച ശേഷം വിളക്കിനോടൊപ്പം വയ്ക്കുക. അടുത്ത ദിവസം കണി കാണുന്നതിന് മുൻപായി കിണ്ടിയിൽ നിന്നും ജലമെടുത്ത് 2 കണ്ണിലും തുടച്ച ശേഷം കണി കാണുക. ഭഗവാന്റെ മുഖം പടിഞ്ഞാറ് ദർശനമായിട്ട് വയ്ക്കുക. നമ്മൾ കണി കാണുന്നത് കിഴക്കോട്ട് നോക്കിയായിരിക്കണം. വിഷുവിൻ്റെ അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്
കണി കാണുന്നത് ഏറ്റവും ഉത്തമമാണ്. ആ സമയം കണി കാണാൻ കഴിയാത്തവർക്ക് സൂര്യോദയത്തിന് മുന്നേ കണി കാണുക. 2 കണ്ണുകളും കൈകൾ കൊണ്ട് മറച്ച ശേഷം കണി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് എത്തിയ ശേഷം കണ്ണു തുറന്ന് പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്തി കണി വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കുക.